അതല്ലെങ്കിൽ ഇതിന് ആശയം കൊടുക്കുന്ന ആളുകൾ. അവർ പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതിനെ ഫണ്ട് ചെയ്യുക, ഇതിനു വേണ്ടി നിൽക്കുക എന്നുള്ളത്. കാരണം ഇതിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർ വേറെ പ്രാരാബ്ദത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വരും. അങ്ങനെയാണ് ഇവർ കൊടുക്കുക. ഈ ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇതിൽ കുടുങ്ങിപ്പോകുന്നത് അങ്ങനെയാണ്. ഓൾറെഡി അവർ ഈ ആങ്സൈറ്റിയിലാണ്, അവർ ഗിൽറ്റ് ട്രിപ്പിംഗ് കൂടി നടത്തും. അപ്പോൾ ഇതിൽ വന്ന് പെടും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ ഇതേപോലെ പോയിട്ടുള്ള ആളുകളാണ്. നമുക്ക് പല ആളുകളെയും നമ്മളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ NIA പോലുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ പോയി മരിച്ചതിൻ്റെയും കാണാതായതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും ഒക്കെ. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്, നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യമാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം? പരിഹാരം എന്ന് പറയുന്നത് ഉപദേശിച്ച് എന്തായാലും നേരെയാക്കാൻ പറ്റില്ല ഈ സാധനത്തിന്. ഇത് ജനാധിപത്യമോ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ മതേതര മൂല്യങ്ങളോ വെച്ചുകൊണ്ടും ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് അയൺ ഫിസ്റ്റ് തന്നെ വേണമെന്ന് ഞാൻ പറയുള്ളൂ. അയൺ ഫിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചൈന ചെയ്യുന്നതൊക്കെ അല്ല, അങ്ങനെയല്ല. ഇതിന് അയൺ ഫിസ്റ്റ് വേണം. കാരണം ഈ പ്രോബ്ലത്തെ നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ. ഇപ്പം യൂണിഫോം സിവിൽ കോഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ മതജാതി ഗ്രൂപ്പുകൾ ഇങ്ങനെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രഷർ ചെയ്ത് നിയമങ്ങൾ വളച്ചൊടിക്കുന്നതിന് പകരം ഈ സമൂഹത്തിന് പൊതുവായിട്ടുള്ള നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള. അപ്പോൾ ഈ പ്രഷർ ഗ്രൂപ്പുകളുടെ കളി കുറയത്തില്ലേ ഈ UCC വന്നോളൂ? യെസ്, അത് കുറയും. അതായത് ഈ മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഈ മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന അവരുടെ ആ ഗോളുമായിട്ട് നടക്കുന്ന ആര് തന്നെയായാലും, ഇപ്പം നമ്മുടെ നാട്ടിൽ മൗദൂദി സലഫി ടീമായാലും ഇവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് പല തലത്തിലാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കൂട്ടുപിടിച്ചിട്ടാണ്, അത് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇവർ നുഴഞ്ഞു കയറാൻ നോക്കുന്നത്. അതാണ് ഈ മതസ്വാതന്ത്ര്യം. ഇപ്പോൾ ഹിജാബിനെതിരെ പറഞ്ഞ ഉടനെ അത് വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറയും. പക്ഷെ ഇതേ വസ്ത്രം ഇട്ടൊരു പെൺകുട്ടി ഡാൻസ് കളിച്ച ഉടനെ അത് മതചിഹ്നമായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഷ്രോഡിംഗേഴ്സ് വസ്ത്രമാണ് ഈ പറയുന്നത്. അതായത് ഒരേ സമയം മതചിഹ്നമായിട്ടും വസ്ത്രമായിട്ടും നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ഇരട്ടത്താപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ അവർക്ക് സൗകര്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ട് ഇതിനകത്ത്. റൈറ്റ്സിനെ, കോൺസ്റ്റിറ്റ്യൂഷണൽ നമുക്ക് തരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തത് മുസ്ലിങ്ങളെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ലോകത്ത് ഞാൻ പറയാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം ഇവിടെ സമസ്ത പോലെയുള്ള വലിയൊരു സംഗതി ഉള്ളതുകൊണ്ട് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹം മുസ്ലിങ്ങളുണ്ട്. അവരിതിനകത്തേക്ക് പെടുത്താന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അവർ ഈ മതരാഷ്ട്രമോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഭരിക്കണമെന്നോ അങ്ങനെ ഒരു സ്വപ്നമൊന്നും അവർക്കില്ല. പക്ഷെ അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന മൗദൂദികൾ. അവരെ നേരിടാൻ ഇന്നും നിലവിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന സംസ്ഥ തന്നെയാണ്. നിരന്തരം അവർ പോസ്റ്റുകളും കാര്യങ്ങളും കാണുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവരാകുമ്പോ കുറേ കൂടി ഈ പറയുന്ന ഈ ഇസ്ലാം വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യുന്ന നല്ല രസമാണ് അത് വായിക്കാനും. നല്ല രസമാണ്, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ഒരു ബുദ്ധിമുട്ട് സത്യത്തിൽ ലോകത്തെവിടെ ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എംപവർ ചെയ്യണം ഈ ഒരു സാധനത്തെ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട്, മുസ്ലിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ മൂന്നാമത്തെ വശമാണ് ഈ പറയുന്ന മുസ്ലിങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന ഇരവാദത്തിലൂടെയാണ് കേട്ടോ. ഇരവാദമാണ് മെയിൻ സംഭവം. അതെ, മൂന്നാമത്തതാണ് ഭീകരവാദം. അത് ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലുള്ള കോൺഫ്രണ്ടേഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഞങ്ങൾ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്, ഞങ്ങൾ സംഘികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഘികൾ ഭീകരന്മാരാവുക എന്നുള്ളത് ആരുടെയാണ് ആവശ്യം? അത് ഇവരുടെ ആവശ്യമാണ്. ഞാനെപ്പോഴും പറയാം, ഇവരാണ് ആ ഓറ ഉണ്ടാക്കി വെക്കുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റുകാർ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇരവാദത്തിന് ഭയങ്കരമായിട്ട്, ഈ ഭീകരവാദത്തിനെയും രണ്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നത് ഇടതുപക്ഷം. സവർക്കറിന്റെ കേസ് തന്നെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. സവർക്കറിനെ ഈ ഒരു രീതിയിൽ ഡീമണൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല.